വഖഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ രൂപീകരണ രീതിയിൽ 2 അമുസ്ലിം അംഗങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ബാക്കി അംഗങ്ങളെയൊക്കെ നോമിനേറ്റഡ് ആക്കി ഗവൺമെന്റ് താല്പര്യത്തിന്. തെരഞ്ഞെടുപ്പില്ല. 2 അംഗങ്ങൾ സ്വാഭാവികമായും അമുസ്ലിങ്ങളാകണമെന്ന് നിർബന്ധം. മറ്റൊന്ന്, തെരഞ്ഞെടുക്കപ്പെടുന്ന എം പി ആണെങ്കിലും MLA മാരാണെങ്കിലും ബാർ കൗൺസിൽ അംഗമാണെങ്കിലും ഒരു മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. CEO മുസ്ലിം ആകണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് എങ്ങനെ രൂപീകരിക്കുന്നത്? ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കുന്നത്? സിഖുകാർ ഇപ്പൊ കേരളത്തിൽ ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ MLAക്ക് വോട്ടുണ്ട്. ഹിന്ദു MLA മാർക്ക് മാത്രമേ വോട്ടുള്ളൂ. 140 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന MLA മാർ എല്ലാ ജനങ്ങളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് വരുന്നത്. പക്ഷെ ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ ഹിന്ദു MLA മാർക്ക് മാത്രമേ വോട്ടുള്ളൂ. നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ട്? ദേവസ്വം ബോർഡ് ഒരു മതത്തിൻ്റെതാണ്. അത് ആ മതക്കാർ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിവിടെ നിലനിൽക്കുന്ന നിയമമാണ്. ഹിന്ദു മന്ത്രിമാർ വോട്ട് ചെയ്ത് മെമ്പർ വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വിവേചനം പാടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ തത്വം അനുസരിച്ച് നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല ദേവസ്വം ബോർഡിൽ മുസ്ലിം മെമ്പർ വേണമെന്ന്. ഒരു മുസ്ലിമും ആവശ്യപ്പെട്ടില്ല വഖഫ് ബോർഡിൽ മുസ്ലിം മെമ്പർ വേണമെന്ന്. മുസ്ലിങ്ങൾ ആവശ്യപ്പെടാത്ത നിലവിൽ നിലനിൽക്കുന്ന നിയമത്തിനെതിരെയുള്ള ഈ പ്രഖ്യാപനം എന്തിനാണ്? അത് വഖഫിനെ നന്നാക്കാനല്ല. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ ആയ ആളുകൾക്ക് ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യാൻ അധികാരമില്ല, MLA മാരാണെങ്കിലും. മാത്രമല്ല, മുസ്ലിം ആയാൽ മാത്രം പോരാ. അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ്, 5 വർഷം അയാൾ മുസ്ലിമായി ജീവിച്ചെങ്കിലേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇത് ഒന്നാമത് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിനുള്ള ഹാനികരമായ ഒരു കാര്യമാണ്. കാരണം ഒരു വ്യക്തി മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് എപ്പോഴും വഖഫ് ചെയ്യാം. നിയമപ്രകാരം അയാൾക്ക് വഖഫ് സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയത്ത് അയാൾ മുസ്ലിമായി 5 വർഷമാകണമെന്ന് പറഞ്ഞാൽ ഇയാൾ എന്ന് മുസ്ലിമായി എന്നതിന് എവിടെയാണ് ഒരു സർട്ടിഫിക്കറ്റ്? ഒരാൾ എന്നാണ് മുസ്ലിമായത് എന്നതിന് എന്താണ് സർട്ടിഫിക്കറ്റ്? അത് വിശ്വാസത്തിന്റെ കാര്യമാണ്. ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ എങ്ങനെ ഒരു മുസ്ലിമിന് കഴിയും? അയാളുടെ മതപരമായ അവകാശമാണ് വഖഫ്. ആ മതാവകാശത്തിൽ കൈവച്ചു. ഒരു മുസ്ലിമിന് ദേവസ്വം ബോർഡിന് സ്വത്ത് കൊടുക്കാൻ ഇത്ര പ്രായമാകണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ക്രൈസ്തവ സഹോദരന് അവന്റെ പള്ളിക്ക് ഒരു സ്വത്ത് കൊടുക്കാൻ ഇത്ര വയസ്സ് പ്രായമാകണം, അല്ലെങ്കിൽ അയാൾ ഇത്ര വർഷം ക്രിസ്ത്യാനി ആവണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് വേണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത വേണം. അതുപോലെ തന്നെ മുസ്ലിമിന് വഖഫ് ചെയ്യാൻ പാടില്ല. മുസ്ലിമായ ഒരു മനുഷ്യന് വഖഫ് ചെയ്യാൻ തീർച്ചയായും പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള പല സ്വത്തുക്കളും, കേരളത്തിൽ തന്നെ കൊടുങ്ങല്ലൂരിൽ പള്ളി നിർമ്മിച്ചു കൊടുത്ത് അമുസ്ലിമായ ഭരണാധികാരിയാണ്. കൊടുങ്ങല്ലൂർ രാജാവാണ്. മുസ്ലിങ്ങൾ ഒരുപാട് വഖഫ് സ്വത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് രേഖയില്ലാത്തതാണെങ്കിൽ തിരിച്ചു പിടിക്കാനും കയ്യേറാനുമുള്ള ഒരു വഴി തുറക്കാനുള്ള സംവിധാനമാണത്. ഒരു മുസ്ലിമിന് മുസ്ലിമിനെ സഹായിക്കാമല്ലോ. ഇതിനെക്കുറിച്ച് JPCയിൽ പോലും ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് മനുഷ്യന്റെ വ്യക്തിപരമായ അവകാശത്തെ ലംഘിക്കുന്ന ഒരു കാര്യം. ഒരു വ്യക്തിക്ക് അയാൾ മെച്ചുറായി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ സ്വത്ത്, ഇപ്പൊ എനിക്ക് എന്റെ സ്വത്ത് ടു ഹോൾഡ് ആൻഡ് ഡിസ്പോസ് എന്നാണ് പറയുന്നത്. എന്റെ സ്വത്ത് പിടിച്ചു വെക്കാനും കൊടുക്കാനും എനിക്ക് അധികാരമുണ്ട്. എല്ലാവർക്കും കൈയെടുത്താൻ പാടില്ല. തെറ്റായ കാര്യത്തിനും രാജ്യദ്രോഹത്തിനും കൊടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അവിടെ എന്റെ സ്വത്ത് വിൽക്കാൻ എനിക്ക് പാടില്ല, ദാനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് പേഴ്സണൽ റൈറ്റിന്, ഒരു സിറ്റിസന്റെ പേഴ്സണൽ റൈറ്റിന് എതിരാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. 6ാമത്തത്, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി വേണ്ടിയിരുന്നത് മുസ്ലിം പണ്ഡിത സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വവുമായിട്ടോ ചർച്ച ചെയ്യലായിരുന്നു. അതുണ്ടായില്ല. പകരം JPCക്ക് വിട്ടു. JPC രൂപീകരിച്ചപ്പോൾ തന്നെ ഭൂരിപക്ഷം ഭരണപക്ഷത്തിൽ ഉറപ്പാക്കിയിട്ടാണ് ചെയ്തത്. അതിൽ തന്നെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അതിലെടുത്തില്ല. 5 MLA മാരുണ്ട് മുസ്ലിം ലീഗിന്. ഒറ്റ MLA മാരെ JPCയിൽ ഉൾപ്പെടുത്തിയില്ല. MP മാർ 5 MP മാരുണ്ട്, പാർലമെന്റ് മെമ്പർമാരുണ്ട്. ആ പാർലമെന്റ് മെമ്പർമാരിൽ ആരും ഉൾപ്പെടുത്തിയില്ല. രാഷ്ട്രീയമായിട്ടല്ല അത് പറയുന്നത്. അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധവൽക്കരിക്കാൻ കഴിയും. വഖഫിന്റെ കാര്യമായതുകൊണ്ട് അത് അറിയുന്നവർ ഉൾപ്പെടുത്തിയില്ല. എന്നാൽ ചില മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് ഇവർക്ക് ഭൂരിപക്ഷമുള്ള രീതിയിൽ 44 നിർദ്ദേശങ്ങൾ കൊടുത്തല്ലോ JPCയിൽ, പ്രതിപക്ഷം സ്വീകരിച്ചില്ലല്ലോ. 16 നിർദ്ദേശങ്ങൾ ഭേദഗതികളായിട്ട് അവർ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഏകപക്ഷീയമായിട്ടാണ് ജഗദാംബിക പാൽ പെരുമാറിയത് എന്ന് പത്രത്തിലൊക്കെ വാർത്ത വന്നിരുന്നല്ലോ. MP മാർ പ്രതിഷേധിച്ചിരുന്നല്ലോ. JPCയുടെ അധ്യക്ഷന്റെ നടപടിക്രമത്തെ ചോദ്യം ചെയ്തിരുന്നല്ലോ. ന്യായയുക്തമായി കാര്യം ചർച്ച ചെയ്യാനാണല്ലോ JPC, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. മീൻസ് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളതല്ലേ, അടിച്ചേൽപ്പിക്കാനുള്ളതല്ലോ. 1975 ഇവിടെ ഒരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. 2002 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു.
ഇന്ന് ഇവർ 2025 വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിക്കുന്നു. ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല. വേറൊരാൾ പിന്നെ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് സ്വന്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കാം. റോമിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പനയില്ല. അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ടുണ്ട്, കർദിനാളായിട്ടുണ്ട്. കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല മലബാർ കത്തോലിക്കരോ മലബാർ കത്തോലിക്കരോ ലാറ്റിൻ കത്തോലിക്കരോ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പെന്നോ കർദിനാളെന്നല്ലാതെ കാതോലിക്ക എന്ന് അവരൊരിക്കലും വിളിക്കാറില്ല. എന്നാലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, ഈ ബദൽ കാതോലിക്കമാർക്കൊക്കെ ഒരു മെത്രാനെ വഴിക്കണമെങ്കിൽ വിദേശിയുടെ അനുവാദം വേണം. ഒന്നിൽ അറബിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ പിന്നെ ഇറ്റലിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്വതന്ത്രമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റേതൊരു കാതോലിക്കായോ പാത്രിക്കീസിൻ്റെയോ സ്ഥാനം പോലെ തന്നെ തുല്യമായ സ്ഥാനമുള്ളതാണ് മലങ്കരയിലെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ആരുടെയും മുമ്പിൽ തല ഉനിക്കേണ്ട ആവശ്യമില്ല. പിതാക്കന്മാർ തല ഉനിച്ചിട്ടുമില്ല. ഈയിടയിൽ പുതിയ ബദൽ കാതോലിക്ക വന്നതിന് ശേഷം പറയുന്നത് കേട്ടു, 2 സഭയായിട്ട് നിൽക്കാം, സഹോദരി സഭകളായിട്ട് നിൽക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീക്ഷണമില്ല. മലങ്കര സഭയ്ക്ക് സഭ ഒന്നേ ഉള്ളൂ. ആ സഭയ്ക്ക് 1600ഓളം പള്ളികളുണ്ട്. ഈ പള്ളികളുള്ളതായ മലങ്കര സഭ ഒന്നായി തന്നെ നിൽക്കാൻ മാത്രമേ മലങ്കര സഭയ്ക്ക് താല്പര്യമുള്ളൂ. ആർക്കും വേണ്ടി മലങ്കര സഭയുടെ പള്ളി ഭാഗിച്ചു കൊടുത്തേച്ച് ഇവിടെ ഇരിക്കാനായിട്ട് മലങ്കരയിലെ കാതോലിക്കായിക്കോ ഒരു സുന്നോ തോസിനോ തയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെ മലങ്കര സഭയിലെ കുറച്ച് പള്ളികളുമായിട്ട് ഞങ്ങളൊരു സഹോദരി സഭയായി നിന്നോളാമെന്ന് പറഞ്ഞാൽ അതൊരു ദിവാസ്വപ്നമെന്നുള്ളതിൽ കവിഞ്ഞ് അതിന് മലങ്കര സഭ യാതൊരു താല്പര്യവും കൊടുക്കുന്നില്ല. അവയുടെ പള്ളികൾ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭ അതിനു വേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങളാണോ അതിന് ഏതറ്റം വരെ പോകണമെങ്കിലോ പോകും. എന്നാൽ അതേ സമയത്ത് മലങ്കര സഭ എന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. മലങ്കര സഭ എന്ന് പറയുന്ന ഒരു സഭ, ആ സഭയുടെ മക്കൾ ഒരിക്കലും മലങ്കര സഭയിൽ നിന്ന് വിട്ടുമാറില്ല. അടിമനുഖത്തിലേക്ക് പോകുന്നത് നമുക്ക് പാരതന്ത്ര്യം അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ മലങ്കര സഭയുടെ മക്കൾ അപ്രകാരം പോകുന്നതിൽ വിലപിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു ജനായത്ത രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജനായത്ത രാജ്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരേ തടഞ്ഞു നിർത്താനൊക്കെയല്ല. പക്ഷേ നമുക്ക് ഉള്ളതായ സ്വാതന്ത്ര്യത്തിൽ നമുക്കുള്ളതായ പള്ളികളിലും നമുക്കുള്ളതായ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഭദ്രസത്തിലാണ്. അതിന് വിപരീതമായിരിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു നേതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ബില്ല് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. എത്ര ബില്ല് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല. എത്ര ബില്ലൊക്കെ സെമിത്തേരി ബില്ല് വന്നു, അത് അവർക്ക് ആരെ ഉദ്ദേശിച്ച് വന്നോ അവർക്ക് ഉള്ള ഒരു അടിയേറ്റതുപോലെയല്ല, അത് വേറൊന്നുമില്ല. ഇനിയൊരു ബില്ല് വന്നിരുന്നാലും സഭയുടെ മലങ്കര സഭയുടെ കോടതി വിധിക്ക് ഒരു എതിരായിട്ടുള്ള ഒരു ബില്ലുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഈ കേരളത്തിൽ ആർക്കും കഴിയില്ല, കേന്ദ്രത്തിലാണെങ്കിലും കഴിയില്ല, ആർക്കുമില്ല. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ നിശ്ചയമായിട്ടും അത് തള്ളപ്പെടും. അതുകൊണ്ട് അതല്ലാതെ 34 ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിന് ബാധിക്കാതെ ഒരു ബില്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നോ അവർക്ക് കുറച്ചുകൂടെ കൈകെട്ടപ്പെടുമെന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ഉണ്ടാവുകയില്ല. അവരുടെ അവകാശങ്ങൾ പാടെ നിർത്തിക്കളയുന്നതായ ഒരു ബില്ലായിരിക്കാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും മലങ്കര സഭയ്ക്ക് അല്പം പോലും പ്രയാസമില്ല. ആര് ബില്ല് കൊണ്ടുവരട്ടെ, ഈ കേരള ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും കേന്ദ്ര ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രയാസമില്ല. എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വഖഫ് ബില്ല് വന്നതുപോലെ, വഖഫ് ബില്ലിലെ ഭേദഗതികൾ വന്നതുപോലെ കേരളത്തിലെ സഭകളെക്കുറിച്ചും ബില്ലൊക്കെ ഉണ്ടാകുന്നുവെന്ന് ഇന്നലെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ബില്ലുണ്ടാകുമ്പോൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭയുടെയും ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനൊന്നും നമ്മളെ ആരെയും പേടിപ്പിച്ചിട്ടൊരു കാര്യമില്ല. കാരണം 1-ാം നൂറ്റാണ്ട് മുതൽ പീഡനങ്ങൾ സഹിച്ചു വന്ന ഒരു സഭയാണിത്. റോമാ സാമ്രാജ്യം എന്തുമാത്രം പീഡനങ്ങൾ നടത്തി. എന്നിട്ടും ഒരു കാര്യമുണ്ട്,
12 പേരെയും കൊണ്ട് യേശുക്രിസ്തു തുടങ്ങിയ ഒരു സഭയാണ് ക്രിസ്തീയ സഭയെന്ന് പറയുന്നത്. എന്നാൽ എല്ലാ മതങ്ങളും മത നേതാക്കന്മാരും എല്ലാവരും ഓർത്തിരിക്കണം, അങ്ങനെ 12 പേരെയും കൊണ്ട് തുടങ്ങിയതാണ് ഇന്ന് ലോകത്തിലെ കോടാനുകോടി ജനങ്ങളിലെ 1/3 മുഴുവനും ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്നുള്ളത് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കുറേയെല്ലാം പ്രീണിപ്പിക്കാനും കുറേ പീഡിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞെന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നും ഈ ക്രിസ്തീയ സഭ പുറകോട്ട് പോവുകയില്ല. ക്രിസ്തീയ സഭയ്ക്ക് പീഡനങ്ങൾ വന്നിട്ടുള്ളതായ സമയത്തെല്ലാം ക്രിസ്തീയ സഭ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബില്ലുകൾ ആര് കൊണ്ടുവന്നിരുന്നാലും പ്രശ്നമില്ല. ഇത് എല്ലാവരും ബദൽ കാതോലിക്കായ വഴിക്കാൻ കക്ഷി ഭേദമന്യേ എല്ലാവരും ഇവിടുന്ന് പോയി. UDFൻ്റെ MLA മാരും പോയി, LDFൻ്റെ MLA മാരും പോയി, കേന്ദ്രത്തിൽ നിന്നുള്ള UDFൻ്റെ MP മാരും പോയി, LDFൻ്റെ MP മാരും പോയി, അതുപോലെ BJPയുടെ MP മാരും പോയി, ഒക്കെ അവരെ പോയി. ഇതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയും ആശ്രയിച്ചുകൊണ്ടല്ല ഈ സഭ നിൽക്കുന്നത്. ഈ സഭ നിൽക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സഭയ്ക്കെതിരായിരുന്നാലും നമുക്ക് ഒരു പ്രയാസത്തിനും കാരണമില്ല. സഭ ദൈവത്തിൻ്റേതാണ്, എൻ്റെയും നിങ്ങളുടെയും അല്ല, സഭ ദൈവത്തിൻ്റെയാണ്. ആ മലങ്കര സഭയുടെ നാഥൻ പീഡകൾ സഹിച്ചതായ മാർത്തോമാ ശ്ലീഹയാണ്. അദ്ദേഹത്തിൻ്റെ ചുടുരക്തത്തിൽ വളർന്ന ഈ സഭയ്ക്ക് ഒരു ദോഷവും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ആ ഒരു ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടെ ജീവിക്കാൻ മലങ്കര സഭയുടെ മക്കൾക്ക് കഴിയണം. അതാണ് കാതോലിക്ക ദിനത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഉറപ്പിക്കുവാനുള്ളത്.